അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോ നോക്കുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2ാം ക്ലാസ്സിലെ അഖീദയിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. മുകളിലെ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കാനാണ് ഈ പ്രവർത്തനം. അപ്പോൾ നമുക്ക് എഴുതാം. 1. നമ്മെ പടച്ചത് ഡാഷ്. ബ്രാക്കറ്റിൽ കാണാം അല്ലാഹുവാണ്. നമ്മെ പടച്ചത് അല്ലാഹുവാണ്. 2. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ഡാഷ്. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈമാൻ കാര്യങ്ങൾ അല്ലേ. അത് എത്ര എണ്ണാണ്? 6 ആകുന്നു. ബ്രാക്കറ്റിൽ കാണാം 6 ആകുന്നു. 3. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഡാഷ്. ബ്രാക്കറ്റിലുണ്ട് റസൂലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. 4. മുതലിൻ്റെ ഡാഷ്. മുതലിൻ്റെ സകാത്ത് കൊടുക്കുക. ബ്രാക്കറ്റിൽ 1-ാമതായിട്ട് കാണാം. 5. മുസ്ലിങ്ങളെ അല്ലാഹു ഡാഷ്. മുസ്ലിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതി കൊടുക്കാം. 1. എന്ത് ലഭിച്ചിട്ടാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടാവുന്നത്? എന്ത് ലഭിച്ചത് കൊണ്ടാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടാകുന്നത്? ഉത്തരം മഴ ലഭിച്ചത്. 2. മുഅ്മിനുകൾ എന്ന് പറയുന്നു. ആർക്ക്? അതിൻ്റെ ഉത്തരം 2ാമത്തെ പാഠത്തിലുണ്ട്. 2ാമത്തെ പാഠത്തിൽ 1-ാമത്തെ വരി കാണാം. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയപ്പെടുന്നത്. ചോദ്യം 3. അല്ലാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഏത്? അല്ലാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. ചോദ്യം 4. ആരാണ് മുസ്ലിങ്ങൾ? അതിൻ്റെ ഉത്തരം 1-ാമത്തെ പാഠത്തിൽ 3-ാമത്തെ പാരഗ്രാഫിൽ കാണാം. ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇനി ചോദ്യം 5. മുസ്ലിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് 5 നേരം നിസ്കരിക്കും. 5 നേരം നിസ്കരിക്കും. ഇനി 3-ാമത്തെ പ്രവർത്തനം അള്ളാഹുവിനെ സംബന്ധിച്ചു 3 വചനങ്ങൾ എഴുതുക. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് നമുക്ക് 3 വചനങ്ങൾ എഴുതാം. അള്ളാഹിനെ കുറിച്ചിട്ട് പാഠഭാഗത്തിലുള്ളതാണ്, തദ്രീബാത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. അതൊക്കെ പഠിച്ചു വെക്കണം. 1. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ. അത് അള്ളാഹുവാണ്. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ. 2, 3, 4 നിങ്ങൾ എഴുതണം. 2ാമത്തേത് ഏതാണ്? എല്ലാം അറിയുന്നവൻ അല്ലേ, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. 3-ാമത്തെ കോളത്തിൽ എല്ലാം പടച്ചവൻ, അതായത് സൃഷ്ടിച്ചവൻ എന്ന ഉദ്ദേശം. എല്ലാം പടച്ചവൻ. 4-ാമത്തെ കോളത്തിൽ ആരാധനക്ക് അർഹൻ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അർഹനാരാണ്? അല്ലാഹുവാണ്. ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതുക. 1-ാമത്തേത് അൽഹംദുലില്ലാ. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാം. എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്.
2 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നുള്ള 3-ാമത്തെ പാഠത്തിൽ അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അവസാനത്ത് വരി നോക്കിയാൽ മതി. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. വരി പൂർത്തിയാക്കി കൊടുക്കാനാണ്. ഒന്നാമത്തത് അള്ളാഹുവിൽ ഡാഷ്. ഈമാൻ കാര്യങ്ങളിലെ ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക. അത് നമുക്ക് 2-ാമത്തെ പാഠത്തിൽ ഈമാൻ കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നാമത്തതായിട്ട് കാണാം. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഡാഷ് വിശ്വസിക്കുക. അവിടെ നിങ്ങൾക്ക് ഏതും എഴുതി കൊടുക്കാം, പക്ഷേ ഇവിടെ ഈമാൻ കാര്യങ്ങൾ കറക്റ്റാക്കിയിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3 ഡാഷ് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4 ഡാഷ് മുർസലുകളിൽ ഡാഷ്. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5 അവസാന ഡാഷ്. അവസാന നാളിൽ വിശ്വസിക്കുക. 6 നന്മയും ഡാഷ് എല്ലാ കാര്യങ്ങളും ഡാഷ്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് കഴിഞ്ഞു. ഇനി 7-ാമത്തെ ചോദ്യം, 7-ാമത്തെ പൂരിപ്പിക്കാനുള്ളതാണ്. റമളാൻ മാസത്തിൽ ഡാഷ് അനുഷ്ഠിക്കും. റമളാൻ മാസത്തിൽ എന്താ അനുഷ്ഠിക്കുക? നോമ്പ് അനുഷ്ഠിക്കും. റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. 8 അള്ളാഹുവിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നാം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. അള്ളാഹുവിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നാം വിശ്വസിക്കണം. അത് നമുക്ക് 1-ാമത്തെ പാഠത്തിൽ കാണട്ടോ. 1-ാമത്തെ പാഠത്തിൽ 2-ാമത്തെ പാരഗ്രാഫിൽ അതുണ്ട്. ഇനി 9-ാമത്തേത് ബൈത്താണ്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. 2-ാമത്തെ പാഠത്തിൽ അവസാനത്തെ ഭാഗത്ത് കാണാം. ഈമാനുനാ ബില്ലാഹി ഡാഷ് വൽ കുതുബി വർ റുസുലി ഡാഷ് വൽ ഖദരി ഖൈരിഹി ഡാഷ് ഇലാഹി റബ്ബിൽ ആലമീന ഡാഷ്. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമി തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇതിൽ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ശ്രദ്ധിക്കണേ. ചൊല്ലിക്കഴിയുമ്പോൾ, അതായത് ചൊല്ലിയിട്ട് ചിലർ എഴുതുന്നവരുണ്ടാകും. ഉദാഹരണത്തിന് ഇമാനുനാ ബില്ലാഹി വൽ മലായിക്ക. നമ്മളിവിടെ പറയുമ്പോൾ മലായിക്ക എന്ന് പറയുന്നുണ്ടെങ്കിലും എഴുത്തിൽ മലായിക്കത്തി എന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അടുത്ത ഉണ്ടാവും. അതുപോലെ വൽ കുതുബി വർ റസുലി വയോമി തഹ്ലുക എന്ന് പറയുന്നത് ക എന്ന് പറയുന്നത്, പക്ഷേ അവിടെ ഹ ഉണ്ട്, അതായത് ഹാത്ത ഉണ്ട്. നമ്മൾ ഉച്ചരിക്കുമ്പോൾ തഹ്ലുക എന്നാണ് ഉച്ചരിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയായിട്ട് കാഫ് മാത്രം എഴുതും. അവിടെ താവും കൂടെ എഴുതണം കേട്ടോ. പിന്നെ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖീദയിൽ നിന്ന് 4 പാഠങ്ങളാണ് ഉണ്ടാവുക. ആ 4 പാഠത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. കഴിയുന്നതൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ പാദവാർഷിക പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക. അതിനാവശ്യമായ മോഡൽ ചോദ്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. അത് കിട്ടാത്തവർക്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.